സ്ത്രീകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. സംഘടിച്ച് ലോകത്ത് ആദ്യമായി സ്ത്രീകൾ സംഘടിച്ച് ശബ്ദമുയർത്തിയ ഒരു ഐതിഹാസിക സമരത്തിന്റെ ആ ഒരു പിന്തുടർച്ചയാണ് ഇന്നും നമ്മൾ ഈ വനിതാ ദിനത്തിന്റെ ആ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അത് മാത്രമാണോ ആ വനിതാ ദിനത്തിന്റെ കാരണമായിട്ട് നമ്മൾ കാണേണ്ടത്? നമ്മുടെ സഭയുടെ കാര്യങ്ങൾ തന്നെ എടുക്കുക, സമുദായത്തിന്റെ കാര്യം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന ഇത്രയും പേര് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിലുമുള്ള കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ ലത്തീൻ സമുദായത്തിലെ വനിതകളെ ശാക്തീകരിക്കാനാണ്. അവരുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ അവരുടെ കഴിവ് തെളിയിച്ച്, അവരുടെ സ്വത്വം തെളിയിച്ചുകൊണ്ട്, അവരുടെ സ്പേസ് കണ്ടെത്തിക്കൊണ്ട് അവരെ മുന്നേറുവാൻ അവർക്കൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് ഞങ്ങളെപ്പോലുള്ള കുറേ പേര് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് KLCWA എന്ന് പറയുന്ന കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. അന്ന് 11 രൂപതകളേ ഉള്ളൂ കേരളത്തിലെ. ലത്തീൻ രൂപതകൾ 12 രൂപതകളുണ്ട്. ഈ 12 രൂപതകളിലും അതിൻ്റെ വേരുകൾ ഉറപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ വേറൊരു ഗ്രൂപ്പിന് ചാർജ് കൊടുത്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയത്. മുഖ്യ പ്രഭാഷണം അങ്ങനെയൊക്കെ ഒരു. പക്ഷെ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ് നമ്മളൊരു സെമിനാറാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ ആൻറ്റി സെമിനാറാണ് നയിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ വനിതാ ദിനത്തെ കുറിച്ച് ഞാൻ വിശ്വധർമ്മത്തിലും നമ്മളുടെ ജീവനാഥത്തിലൊക്കെ എല്ലാ വർഷങ്ങളിലും എഴുതിയ കുറേ അധികം ആർട്ടിക്കിൾസ് ഞാനിങ്ങനെ തപ്പിയെടുത്തു. അപ്പൊ ഞാൻ ആ ആർട്ടിക്കിളൊക്കെ തപ്പിയെടുത്തപ്പോഴത്തേനും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്, ഇതെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാവരോടും പറയുന്നതാണ്. പക്ഷേ ഇതിലെ ഓരോ ആർട്ടിക്കിൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇംപ്രസീവായിട്ട് തോന്നി. അത് നിങ്ങളുടെ മുമ്പിൽ അതുപോലെ തന്നെ അവതരിപ്പിക്കണമെന്ന് തോന്നി. ഇതിനകത്ത് ഞാൻ എൻ്റെ ചിന്തകളും വനിതാ ദിനവും അനുബന്ധ ചിന്തകളും എന്നാണ് അതിനെ എഴുതി കൊടുത്തിരിക്കുന്നത് തന്നെ. വനിതാ ദിനവും അനുബന്ധ ചിന്തകളും. ഇതിന് ഞാൻ എഴുതിയിരിക്കുന്നത് സ്ത്രീ സമത്വത്തിനും സമാധാനത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിനായുള്ള ദിനമാണ് മാർച്ച് 8. നൽകിയേ പറ്റൂ. വനിതകളുടെ ഉന്നമനത്തിനു വേണ്ടി ആചരിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ വനിതകൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. എൻ്റെ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോളി അച്ഛനാണ്. ജോളി അച്ഛനാണ് KLCWയുടെ രൂപ ഡയറക്ടർ, നമ്മുടെ ആധ്യാത്മിക ഉപദേഷ്ടാവ്. എന്തിനാണ് വനിതാ ദിനം ആരംഭിച്ചത്? എങ്ങനെയാണത് ആരംഭിച്ചത്? സ്ത്രീകളുടെ തുല്യ വേതനത്തിനായി. അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരിക്കലും ആരും ഒരേ പ്രതിഫലം പുരുഷന്മാരുടെ ഒപ്പം നൽകിയിരുന്നില്ല. വളരെ തുച്ഛമായ വേതനങ്ങൾ. അത് സഹിക്കുന്നതിനൊരു പരിധിയുള്ള കാലത്താണ് ആ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതും നമുക്കിങ്ങനൊരു ദിനം ആചരിക്കാൻ ഇടയായതും. ഈ വന്ന കാലത്ത് നമുക്കത് മതിയോ? അതാണ് ചിന്തിക്കേണ്ടത്. ഇന്നും വനിതാ ദിനം നമ്മൾ ആചരിക്കുന്നു. തുല്യവേതനം ഏകദേശം എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഒപ്പമായിട്ടില്ലാത്തതും വരാം പല സ്ഥലങ്ങളിലും. ഏകദേശം എത്തി. പക്ഷെ ഇന്നും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു? നമ്മൾ സ്വാതന്ത്ര്യവും നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മളുടെ മാന്യതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത്. കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ പരിപാലനം, ആ കുഞ്ഞിൻ്റെ വളർച്ചയിലെ ഉന്നതമായ നിലയിലേക്ക് ആ കുഞ്ഞിനെ എത്തിക്കുന്നതിന് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് അമ്മമാർ. ഇന്ന് നമുക്കറിയാം, അങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും. പക്ഷെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര അമ്മമാർക്കാണ് ഇതിന് കഴിയുന്നത്? സോഷ്യൽ മീഡിയയുടെയും വളരെ ഐഫോൺ വരെ ഉപയോഗിക്കുന്ന അമ്മമാരിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏറ്റവും താഴെ തട്ടി ജീവിക്കുന്ന യാതൊരു വരുമാനവും ഇല്ലാത്ത അമ്മമാർ തുടങ്ങി ഉന്നതമായ നിലയിൽ പണിയെടുക്കുന്ന അമ്മമാർ വരെ വലിയ ഫോണുകളൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? അവരുടെ മനസ്സെന്താണ്? ആ പ്രത്യേകിച്ച് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും
നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക നിലവാരം എത്രമാത്രം ഉയർന്നു വരുന്നുണ്ട്, എന്താണ് അവർ ചിന്തിക്കുന്നത്, ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ എത്ര അമ്മമാർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ ഇരിക്കുന്നവർ പോലും എത്ര സ്ത്രീകൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മളെല്ലാവരും പറയും, എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ മേയറായി 3 തവണ മേയറായി, വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ നമുക്ക് എത്ര സുരക്ഷിതത്വമാണ് നമ്മുടെ നാട്ടിൽ. എനിക്ക് നിങ്ങളുടെ സമരമുറകളോ അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പോരാട്ടങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ ഉചിതമെന്ന് തോന്നുന്നത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഈ സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ കരുത്ത് പകരുവാനായിട്ട് എങ്ങനെ പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ ആശയങ്ങൾ പ്രധാനമായിട്ടും സ്ത്രീ സമൂഹത്തിൽ എങ്ങനെയാണ് തന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടത്, സമൂഹത്തിൽ നിന്ന് അവൾ അനുഭവിക്കുന്ന വ്യതകൾ, വേദനകൾ, പ്രയാസങ്ങൾ അതെല്ലാം തിരിച്ചറിയുവാനായിട്ട് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാകണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആമുഖം അവതരിപ്പിച്ചത്. ആ പ്രാക്ടിക്കൽ നോളജിനോടൊപ്പം വിദ്യാഭ്യാസം എന്ന വലിയ മുഖമുദ്ര കൈവരിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ 15 വയസ്സുള്ള ഒരു ബാലികയെ നമ്മൾ ഓർക്കണം. സ്വാത് താഴ്വരയില് 2012 ഒക്ടോബർ മാസം 9-ാം തീയതി സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യവേ നെറ്റിത്തടങ്ങളില് വെടിയുണ്ട ചീനിപ്പാടി കയറിയ ഒരു 15 വയസ്സ് ഉള്ള ബാലിക മലാലയുടെ ജീവിതം മുഴുവൻ നമ്മൾ ഈ കാലഘട്ടത്തില് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവൾക്ക് പിന്തുണ നൽകുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിന്റെ വലിയ ഫലങ്ങൾക്ക് മുമ്പിൽ ഒരു 9 വയസ്സ് പ്രായം മുതൽ അവൾ തന്റെ സ്വരം, ഒരു പെൺകുട്ടി, നമ്മളിവിടെ സ്ത്രീ എന്നാണ് പറയുന്നത്, ഇവിടെ 9 വയസ്സുള്ള ഒരു ബാലിക താലിബാൻ തീവ്രവാദികൾക്കെതിരെ തന്റെ സമര പോരാട്ടം ആരംഭിച്ചു. കേവലം 12 വയസ്സായപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടാണ് ഈ ബാലിക ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, മുസ്ലിം സമുദായത്തില് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവൾ തന്റെ സമരപ്രഖ്യാപനങ്ങൾ നടത്തിയത്. 12 വയസ്സ് മുതൽ BBC വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഈ മലാല യൂസഫായി അവൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ താലിബാൻ തീവ്രവാദികൾക്ക് അവൾ ഒരു ശത്രുവായിട്ട് മാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2012 ഒക്ടോബർ മാസം 9-ാം തീയതി പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയില് ഈ സ്കൂൾ ബസ്സിൽ വെച്ച് വെടിയേറ്റ ഒരു ബാലികയായിട്ട് ലോകം അവളെ പരിചയപ്പെട്ടത്. 3 ദിവസങ്ങൾ വെടിയുണ്ട തുളച്ചു കിട്ടും. 3 ദിവസം കഴിഞ്ഞപ്പോൾ 50ഓളം മുസ്ലിം പുരോഹിതന്മാര് ഒരുമിച്ച് സമ്മേളിച്ച് അവളെ കൊന്നുകളയുവാനായിട്ട് വീണ്ടും തീരുമാനിക്കുകയാണ്. ഫത്വ പ്രഖ്യാപനമായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഒരു വലിയ സമര പോരാട്ടത്തിന്റെ ഒരു ചരിത്രമാണ് ഈ പറയുന്ന 15 വയസ്സ് പ്രായമുള്ള ഒരു ബാലിക 2012 ലോകത്തില് ശ്രദ്ധയായതുകൊണ്ട് അവൾ ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായിട്ട് അറിയപ്പെട്ടു. അപ്പൊ അങ്ങനെ സ്ത്രീത്വത്തിന്റെ വളർച്ചയില്, ശാക്തീകരണത്തില് അതിശക്തമായിട്ട് ബാലികയായ ഈ മലാലെ ഉൾപ്പെടെ നിരവധി ആൾക്കാർ വ്യത്യസ്ത കാലയളവുകളിൽ സ്വരം ഉയർത്തുന്നത്
ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഇന്നും എത്തപ്പെട്ടു നിൽക്കുന്ന ഈ അവസ്ഥയിൽ സ്ത്രീ സ്വതന്ത്രയാണോ, സമത്വമുള്ളവളാണോ, അവകാശം നേടിയെടുത്തവളാണോ, സമര പോരാട്ടങ്ങളിൽ അവളുടെ സാന്നിധ്യം എവിടെയാണ്, അല്ലെങ്കിൽ അധികാര സീമകളിൽ അവൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഈ വനിതാ സാന്നിധ്യം അർത്ഥമാക്കുന്നത് കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഗമം സാധ്യമാക്കിയ ഇതിന്റെ നേതൃത്വത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും സ്ത്രീയുടെ സാന്നിധ്യം ദീപ്തമാനമായ പ്രകാശം പോലെയാണ്. അമ്മയായി, സഹോദരിയായി, സേവകയായി, നേതാവായി സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത വേദികളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവൾ ഓരോ ദൈവിക അനുഗ്രഹത്തിന്റെ പ്രത്യക്ഷ രൂപമാണ്. സ്ത്രീയുടെ കരുത്ത്, ത്യാഗം, മനോവിജയം, ദീർഘദാർശികത്വം ഇവയെല്ലാം ലോകത്തിന് ആഴമായി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ഹൃദയമായി, സമൂഹത്തിന്റെ അടിസ്ഥാനമായി, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് നവജീവൻ നൽകുന്നവരായും സ്ത്രീ തിളങ്ങുന്നു. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ ശ്രീജ CS, ഗൈനക്കോളജിസ്റ്റ്, വിക്ടോറിയ. ഡോക്ടർ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ ഏതാനും വർഷങ്ങളായി ഞാനും അനുഭവിക്കുന്ന ഒരു ഹൃദയവേദന. അനാഥ ബാല്യങ്ങളും അനാഥ അമ്മമാരും കൊണ്ട് നിറഞ്ഞൊരു സമൂഹം. സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ട് നല്ല മനോഹരമായ ഉറപ്പുള്ള കെട്ടിടത്തിനുള്ളിൽ 4 നേരവും വയറു നിറച്ച് ഭക്ഷണവും കഴിച്ച് നല്ല നല്ല വസ്ത്രങ്ങൾ അവരെ മാറി മാറി ഉടുപ്പിച്ച് നോക്കുമ്പോഴും ആ പെൺകുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: വീടിൻ്റെ സുരക്ഷിതത്വം. കരളലിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് അത്തരം ഭവനങ്ങളിൽ ചെന്നാൽ കാണാൻ കഴിയുക. ഏതാണ്ട് ഒരു 8 വർഷമായിട്ട് ലൈംഗിക പീഡനം അനുഭവിച്ച പെൺകുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ PhD തീസിസ് പോലും ലൈംഗിക അതിക്രമം നേരിട്ട പെൺകുട്ടികൾക്കിടയിലായിരുന്നു. അവർ അനുഭവിക്കുന്ന മാനസിക, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് എന്ത് പ്രതിവിധി, ഏത് രീതിയിൽ ഇടപെടൽ നടത്താം, ഇൻ്റർവെൻഷൻ നൽകാമെന്ന് മനസ്സിലാക്കി അത് കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ളതായിരുന്നു എൻ്റെ തീസിസ് തന്നെ. ജീവന്റെ ഒരു തുടിപ്പ് പോലും ജീവിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് കാണാനേ ഇല്ല. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ അറിയില്ല ആ കുഞ്ഞിന്. അവളിൽ എന്ത് സംഭവിക്കുന്നെന്നോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ ഒരു ധാരണയും ഇല്ലാതെ ജീവച്ഛവമായി മുൻപിൽ വന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ കേസ് സ്റ്റഡി എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വേണേ. എന്താണ് ഇത്രയും പ്രായമുള്ള ഞാൻ, എൻ്റെ ഒരു കൊച്ചുമകളുടെ പ്രായമുള്ള ആ കുഞ്ഞിനോട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയുക എന്ന് പറയുന്നത് എന്നെ ശ്വാസം മുട്ടിപ്പിക്കുന്ന ഒരു അനുഭവമായി. വളരെ പണിപ്പെട്ട് ചില ഗസ്റ്റേഴ്സ് വഴി ആ കുട്ടി അവൾക്ക് സംഭവിച്ചത് പറയാൻ ശ്രമിക്കുമ്പോൾ അറിയാതെങ്കിലും എത്ര ശ്രമിച്ചിട്ടും കണ്ണ് നിറഞ്ഞൊഴുകുന്ന അത്തരം എത്ര സംഭവങ്ങൾ.
ഹാ